ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് തിരിച്ചടി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് കനത്ത തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളി. ജാമ്യാപേക്ഷയിൽ വിശദമായ വാദത്തിന് ശേഷമാണ് ഇപ്പോൾ ജാമ്യം തള്ളിയുള്ള സുപ്രധാന വിധി. ഇന്നലെയും ഇന്നും രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇരു വിഭാഗത്തിന്റെയും വാദം നടന്നിരുന്നു. അതേസമയം കോടതി വിധിക്ക് പിന്നാലെ രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. രാഹുലിനെ പുറത്താക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം കടുപ്പിച്ചതോടെയാണ് KPCC നേതൃത്വം വഴങ്ങിയത്. വീണ്ടും മോഡിയെയും BJPയെയും പുകഴ്ത്തി അനുകൂല പ്രസ്താവനയുമായി ശശി തരൂർ MP. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ തങ്ങളുടെ ഉത്തരവാദിത്തം മറന്നാണ് പെരുമാറുന്നതെന്നാണ് തരൂരിന്റെ വിമർശനം. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനാണ് പ്രതിപക്ഷം പ്രാധാന്യം കൊടുക്കുന്നതെന്നും ശശി തരൂർ അഭിപ്രായപ്പെട്ടു. യമൻ തടഞ്ഞുവെച്ച മലയാളി അനിൽകുമാർ രവീന്ദ്രനെ മോചിപ്പിച്ചു. ആലപ്പുഴ കായംകുളം സ്വദേശിയാണ് അനിൽകുമാർ രവീന്ദ്രനെ മസ്കറ്റിൽ എത്തിച്ചതായും ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ തകർന്ന ചരക്ക് കപ്പലിലെ അംഗമായിരുന്നു അനിൽകുമാർ രവീന്ദ്രൻ. സയ്യിദ് മുഷ്താഖ് അലി 2020 ടൂർണമെന്റിൽ മുംബൈക്കെതിരെ ആവേശ വിജയം സ്വന്തമാക്കി കേരളം. 15 റൺസിനാണ് കേരളം മുംബൈയെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ 19.4 ഓവറിൽ 163 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. മതിക്കുന്ന പക്ഷികളെ കടത്തിയ ദമ്പതികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ പിടിയിൽ. തായ്ലൻഡിൽ നിന്നും കൊണ്ടുവന്ന കോടികൾ വിലമതിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന 11 അപൂർവ ഇനം പക്ഷികളെയാണ് ദമ്പതികൾ കടത്തിയത്. പ്രശസ്ത നിർമ്മാതാവും AVM സ്റ്റുഡിയോസ് ഉടമയുമായ M ശരവണൻ അന്തരിച്ചു. AVM പ്രൊഡക്ഷൻസിന്റെയും AVM സ്റ്റുഡിയോസിന്റെയും ഉടമയാണ് അദ്ദേഹം. 86ാം ജന്മദിനത്തിന് പിറ്റേന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. സംവിധായകനും നിർമ്മാതാവുമായ അച്ഛൻ AV മേയപ്പൻ 1945 സ്ഥാപിച്ചതാണ് AVM സ്റ്റുഡിയോ. ഒപ്പിടാൻ മധ്യസ്ഥത വഹിച്ചെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവന തള്ളി ജോൺ ബ്രിട്ടാസ് MP. കരാറിൽ ഒപ്പുവെക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കാര്യമാണ്, തനിക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. മന്ത്രി ശിവൻകുട്ടിയോടൊപ്പം പലതവണ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടിട്ടുണ്ടെന്നും ബ്രിട്ടാസ് പറഞ്ഞു. ഇൻഡിഗോയിൽ പ്രതിസന്ധി തുടരുന്നു. 250-ലധികം വിമാനങ്ങളാണ് വ്യാഴാഴ്ച റദ്ദാക്കിയത്. അപ്രതീക്ഷിതമായി വിമാനം മുടങ്ങിയതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് രാജ്യവ്യാപകമായി ദുരിതത്തിലായത്. കൂട്ട റദ്ദാക്കലുകൾ മുതൽ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പും രാജ്യമൊട്ടാകെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ബംഗ്ലാദേശിൽ ഇന്ന് 4.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു. തലസ്ഥാനമായ ധാക്കയിലും സമീപ ജില്ലകളിലും പ്രകമ്പനം ഉണ്ടായി. പ്രാദേശിക സമയം രാവിലെ 6:15 ഭൂകമ്പം ഉണ്ടായത്. നർസിംഗ്ഡിയിൽ നിന്ന് 30 കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്തതെന്ന് യൂറോപ്യൻ മെഡിറ്ററേനിയൻ ഡിസീസ്മോളജിക്കൽ സെന്റർ റിപ്പോർട്ട് ചെയ്തു. ജനേകം ടോപ് 10 ന്യൂസിലേക്ക് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം YouTube ചാനലുകൾ സന്ദർശിക്കുക.